നോക്കിയ ചെങ്കളെ നമ്മൾ നിൽക്കുന്ന ഒരു അടിപൊളി കിണ്ണം കാഴ്ച ഒരു ഒറ്റ പ്ലോട്ട് 6 ഏക്കർ റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അതിൽ നോക്കണം ഈ കാണുന്ന 800 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ വീടിന്റെ അവിടെ നിന്ന് തുടങ്ങിയാൽ നമുക്ക് ആയിക്കോട്ടെ. വീട് ആദ്യം കാണിച്ചു കൊടുക്കാം. നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലം എടുക്കുമ്പോൾ അതായത് ഒരു 6 ഏക്കർ പ്ലോട്ടൊക്കെ എടുക്കുമ്പോൾ അതിൽ നമുക്കൊരു വീട് നിർബന്ധമാണ്. നമുക്ക് നിൽക്കാനാണെന്നുണ്ടെങ്കിലും വേറെ പണിക്കാരുണ്ടെങ്കിൽ ഓൽക്ക് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് എന്തായാലും നിർബന്ധമാണ്. അപ്പൊ ഇതിന് ഇതാക്കണ് ഈ ഒരു സ്ഥലത്ത് ഇതാക്കണ് 800 സ്ക്വയർ ഫീറ്റിലുള്ള നല്ലൊരു വീട്, അതായത് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വാർപ്പിന്റെ വീട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഉള്ളത് കേട്ടോ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ട്, നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ട്, വൈറ്റ് കളറിലുള്ള ടൈലാണ് നിലമൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു തിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരിക, അകത്തേക്ക് ഇങ്ങോട്ട് വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാണ്. ഇതാണ് ഹാള് കേട്ടോ. ഹാളിലേക്ക് നമ്മൾ വരുമ്പോൾ നല്ല വലിയ ഹാൾ തന്നെയാണ്. ഇത് കണ്ടില്ല നിങ്ങള്? അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഹാളൊക്കെ കണ്ടില്ല നിങ്ങള് അല്ലേ? അത്യാവശ്യം വലിയ ഹാള്. ഇനിയിപ്പോ ഒരു നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഇരിക്കാനൊക്കെ ഒരു സോഫ സെറ്റോ അല്ലെങ്കിൽ ഇപ്പൊ അതായത് ഒരു തോട്ടൊക്കെ വെട്ടാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഒരു പണിക്കാരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ മൊത്തം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 1100 റബ്ബറാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു പണിക്കാരൻ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് ഈ ഒരു തോട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ ചെറിയൊരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ സൗകര്യത്തിനുള്ള സാധാരണ ഒരു വീടില്ലേ, സാധാരണ വീട് നോക്കുകയാണെങ്കിൽ എവിടെ ഒരു എന്താ പറയാ ഫുള്ള് നീറ്റാണ്, പുതിയ വീടാണ്. നിലൊക്കെ നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ്. ഇനിയിപ്പോ നമ്മക്ക് ഇടയ്ക്ക് നിലക്കും വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റൂട്ടോ. പിന്നെ സോളാർ ആണ് നമുക്ക് വീടിനകത്തുള്ളത്. കറണ്ടിന്റെ കണക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന സോളാർ പാനലാണ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഫുള്ള്. പിന്നെ മോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റുകൾ, ഫാനുകൾ എന്ന് വേണ്ട എല്ലാവിധ സംഭവങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യും. ഇനി നിങ്ങൾ ഇവിടെയാണ് നമുക്ക് റൂം വരുന്നത് കേട്ടോ. റൂം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ? അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ. റൂഫൊക്കെ കണ്ടില്ല, നല്ല നീറ്റ് ആയിട്ടുള്ള റൂഫും കാര്യങ്ങളോ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിലക്ക് എല്ലാവർക്കും ഒരേ മാതിരിക്കുള്ള വൈറ്റ് കളറിലുള്ള ടൈലാണ്. അത്യാവശ്യം വലിയ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും. ഇനി ഇങ്ങോട്ട് വരും. ഇനി അടുത്ത് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെയാണ് നമുക്ക് അടുക്കളയൊക്കെ വരുന്നത്. അടുക്കളയാണെങ്കിലും നല്ല സൗകര്യമുള്ള അടുക്കള, പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇതാക്കണം ഈ ഭാഗത്തേക്ക് ഒരു 3 ജനലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആദ്യത്തേക്ക് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടും. പിന്നെ ഇതാക്കണം അടുപ്പ് കണ്ടില്ലെങ്കിൽ ആലുവാടുപ്പാണ് വെച്ചിട്ടുള്ളത്. വിറകൊക്കെ നമുക്ക് തോട്ടത്തിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് വന്ന് കൊണ്ടേ കത്തിക്കൊക്കെ ചെയ്യാൻ വിറകൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അടുപ്പിന്റെ ചോട്ടിൽ തന്നെ വിറകിൽ എടുത്തൊക്കെയുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതാക്കണം ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമാണ്. നിലൊക്കെ വേറെ കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതാക്കണം അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു ചായപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇതുണ്ടല്ലോ നിങ്ങള്? ഇവിടെ നമുക്ക് വേണമെങ്കിൽ തുണിയെല്ലാം വിരിക്കാം. അതുപോലെ ഇനി നമ്മളെ റബ്ബറിന് കെട്ടാനുള്ള കമ്പി, ചില്ല്, ചിരട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതുണ്ടല്ലോ നിങ്ങള്? കമ്പിയാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളെ റബ്ബറിന്റെ ആണ്, റബ്ബറിന് വെക്കാനുള്ളതാ. പിന്നെ ചിരട്ട ഉണ്ട് ഇപ്പുറത്ത്, ചിരട്ട, ഡിഷ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ് നമ്മള് നിങ്ങൾ നോക്കിയാൽ നിങ്ങള് നമുക്ക് മുറ്റത്ത് തന്നെ പുകപ്പരയാണ് കാണുന്നത്. ഏകദേശം ഒരു 100-300 ഷീറ്റ് പുകടാനുള്ള പുകപ്പരയാണ് കാണുന്നത്. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. തോട്ടം മൊത്തത്തിൽ ഡീറ്റെയിൽ ഈ കാണുന്നതാണ് തോട്ടം. മൊത്തം 6 ഏക്കർ പ്ലോട്ടാണ്. അതിനകത്ത് ഇതാണ് 1100 മരങ്ങൾ, ഇതാണ് ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ. പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്ന് വഴിയെ കാണിച്ചു കൊടുക്കാം അല്ലെ? പിന്നെ ഇതാക്കണം ഇവിടെ ഈ ചായപ്പ് ഫുള്ള് ഓടിട്ടേക്കണാണ്. ഇതിന്റെ ഇത് ഫുള്ള് സ്റ്റീൽ വർക്ക് ചെയ്തേക്കണ കേട്ടോ. ഇതേമാതിരി തന്നെയാണ് ആ പോപ്പരന്റെ ഫുള്ള് സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ടാണ് ഓടൊക്കെ വെച്ചിട്ടുള്ളത്. മരത്തിന്റെ അല്ല. അത്രയും നല്ല ഇതിലാണ്, സേഫ്റ്റിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പറമ്പിൽ മൊത്തത്തിലൊന്ന് പോയിട്ടൊന്ന് കാണാം. നമുക്ക് പൊരിഞ്ഞ് നമ്മള് വീടൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വരാനുള്ള വഴി സൗകര്യം കാണിത്തരട്ടെ. നിങ്ങൾ നോക്കിയാണെങ്കിൽ കാണുന്ന വഴി നമുക്ക് ടാറിങ് റോട്ട് വന്ന് വരുന്നതാണ്. ഏത് വണ്ടി വേണേലും വരും, കാറോ ജീപ്പോ എല്ലാ വണ്ടി വേണേലും നമുക്ക് വീടിന്റെ മിറ്റം വരെ വരാനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പറമ്പ് മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നവര് പേജ് ഫോളോ ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ കുറെ ആൾക്കാർ, പ്രായമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ എന്താ പറയാ കഴിഞ്ഞൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോകൾ മൊത്തം നിങ്ങൾക്ക് എന്താ പറയാ വീഡിയോകൾ മൊത്തം കിട്ടുള്ളൂ അല്ലെ? അപ്പൊ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്തായാലും മറക്കാതെ ഫോളോ ചെയ്യിക്കട്ടോ. മക്കളെ കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോന്ന് ഏതൊരാൾ പ്ലോട്ട് എടുക്കാൻ വരുമ്പോഴും നമ്മൾ ചോദിക്കുക വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുക. വെള്ളം ഉണ്ടോ, വഴി ഉണ്ടോ, കറണ്ട് ഉണ്ടോ? വെള്ളത്തിന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ പറമ്പിൽ കിണറാണല്ലോ, നല്ല വറ്റാത്ത വെള്ളമുള്ള കിണർ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. ഏകദേശം 10 കോല് താഴ്ചയുള്ള കിണറാണ്. ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ
പറമ്പില് 365 ദിവസം നമുക്ക് വെള്ളം കിട്ടും. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വീട് കണ്ടില്ലെങ്കിൽ ആ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു കിണർ വരുന്നത്. ഈ ഒരു കിണറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മിഷൻ പേര ഇവിടെ അടുത്തുണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതെ, നിങ്ങൾ നോക്കിയാൽ തെങ്ങ് ഉണ്ടെങ്കിൽ തെങ്ങിന്റെ കായ്ക്കണ തെങ്ങ് ഏകദേശം ഒരു 60ഓളം തെങ്ങുണ്ട്. ഇതേമാർക്ക് നല്ലോണം കായ പിടിക്കണ തെങ്ങാണ് കേട്ടോ. ഇങ്ങോട്ട് വരും, നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാ, ഇതാണ് ഇവിടെയാണ് നമ്മളെ മെഷീൻ വരെയല്ല ഉള്ളത്. മെഷീൻ വരാണെങ്കിലും നല്ല സൗകര്യമുള്ള മെഷീൻ വരെ, അത്യാവശ്യം നല്ല നല്ല സ്പേസ് ഉണ്ട്, നല്ല നിന്നിരിയാനൊക്കെ നല്ലോണം സ്ഥലമുണ്ട്. ഷീറ്റ് കുറച്ച് വെക്കാനൊക്കെ ഉള്ള പാതവും കാര്യങ്ങളൊക്കെ കണ്ടില്ല, നല്ല രീതിക്കാണ് ആക്കിയിട്ടുള്ളത്. കണ്ടില്ല നിങ്ങള്. പിന്നെ ഇതാക്കുന്ന മെഷീനൊക്കെ നല്ല അടിപൊളി മെഷീൻ, 2 പ്ലെയിനും ഉണ്ട് അച്ചും ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് അടിക്കാനൊക്കെ നല്ല സുഖമായിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി മോട്ടർ ഓൺ ആക്കിയാണ്ട്. പിന്നെ ഇതാക്കണേ ഇടയ്ക്ക് നമുക്ക് രാവിലെ നേരത്തെ നീച്ച് ടാപ്പിംഗ് ആക്കിയിട്ട് പാലൊക്കെ കൊണ്ടുവന്ന് ഓറയിക്കലും എല്ലാ പണിയും കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ നമുക്ക് വീട്ടിൽ പോയി ഒന്ന് ഉച്ചക്കൊന്ന് വേണം കുറച്ചു നേരം കടന്നുറങ്ങാൻ പോകണമെങ്കിലോ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ ചായയോ ചോറൊക്കെ കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിലോ വണ്ടി ഇട്ട് ദൂരെ ഒന്നും പോകണ്ട. അതാക്കണേ ആ കാണണേ നമ്മളെ പേരെയാണ്, കണ്ടില്ല ഞങ്ങള്. അപ്പൊ അത്രയും സൗകര്യമാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ മെഷീൻ പേരെന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ഷെഡെല്ലാം ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് മെയിൻ്റനൻസ് വർക്ക് എല്ലാം കുറച്ച് ചെയ്യാനുണ്ട്. എന്നിട്ട് വലിയൊരു ഒറ്റ ഹാളാക്കി കഴിഞ്ഞാൽ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോഴി ഫാമോ ആട് ഫാമോ പശു ഫാമോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്യാം അല്ലെ. നമുക്ക് പറമ്പിന്റെ ഏത് മുക്കിലും മൂലയ്ക്ക് നമുക്ക് വണ്ടി വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് അല്ലെ. ഇവിടെയൊക്കെ ഫാമൊക്കെ തുടങ്ങാം, അതിനൊക്കെ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത വീടുകൾ ചുറ്റുപാടും നമ്മൾ ഈ ഒരു 6 ഏക്കറിന്റെ അപ്പുറത്തൊക്കെയാണ് വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെ. അതെ, ഈ കാണുന്ന നമ്മൾ 6 ഏക്കറിന്റെ അപ്പുറത്തേക്കാണ് പിന്നെ അടുത്ത അയൽവാസികളായിട്ട് വീടുകളൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഫാമൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനി നമ്മളെ പറമ്പിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞാൽ റബ്ബറാണ് കേട്ടോ. ഇനി നമുക്ക് റബ്ബർ പോയിട്ട് കാണാം നമുക്ക് പോരി. പിന്നെ നമ്മളെ പ്ലോട്ടിലോട്ട് ഇതാക്കണം, നമുക്ക് സോളാർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാക്കണം കറണ്ടിന്റെ കണക്ഷൻ ഇതാക്കണം സോളാർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സോളാർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മോട്ടർ അടിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിലുള്ള കറണ്ടിന്റെ എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ സ്ഥലം വരുന്നത് എവിടെയെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോൽ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് കൂരാമ്പൂർ എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്ലോട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന കുറ്റിക്കോലാണ്, അതുപോലെ വില്ലേജും കുറ്റിക്കോലാണ് വരുന്ന, താലൂക്ക് നമുക്ക് കാസർഗോഡാണ്. ഇനി ഇങ്ങോട്ട് വരും നമ്മളെ പറമ്പിൽ മെയിൻ ആയിട്ടുള്ള റബ്ബറുകളാണ് 1100ഓളം റബ്ബറുകളാണ്. ഈ കാണുന്നൊക്കെ റബ്ബർ തന്നെ. ഇങ്ങോട്ട് വരും നിങ്ങള്. നമ്മൾ ഈ പറമ്പിൽ ഇതാക്കണം ഇതേമാരിക്കുള്ള റബ്ബറുകളൊക്കെ 11 വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. നോക്കി ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറുകളാണ്. 11 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മരം വെച്ചിട്ടുള്ള കിണ്ണം കാഴ്ച മരങ്ങളാണ് എല്ലാം ഇതേപോലത്തെ ഒരേപോലുള്ള മരങ്ങളാണ്. പിന്നെ നമുക്ക് ആകെ ഇതാക്കണം 3 മാസം മാത്രമേ ടാപ്പിംഗ് ആക്കിയുള്ളൂ. കണ്ടില്ല ഇത് ആകെ ഒരു ഇതാണ്, ഇത്ര മാത്രമേ ടാപ്പിംഗ് ഒക്കെ ഉള്ളൂ. ഈ ഒരു മരത്തിന്റെ ആയുസ് മൊത്തം നിങ്ങൾക്കാണ് വെട്ടിയെടുക്കാം അല്ലെ. നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ പാട്ടത്തിന് ഈ ഒരു തോട്ടം കൊടുക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആരും കോൺടാക്ട് ചെയ്യേണ്ട. ഓണർ നമ്മളോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാട്ടത്തിനായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ പ്ലാറ്ററൊക്കെ കണ്ട് ഞങ്ങൾ ഫുള്ള് ക്ലിയർ ആയി കിടക്കണം കേട്ടോ. ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലും പാലെടുത്തും കൊണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. പ്ലാറ്ററൊക്കെ ഫുള്ള് ക്ലിയർ ആയി കിടക്കണം കേട്ടോ. ഇനിയിപ്പോ ഇടയ്ക്ക് നമുക്ക് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്കുള്ളത്. ആ കാണാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ടാപ്പിങ്ങിന് പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഗതികേടല്ലായിരുന്നു. ഫോട്ടോക്കെ എടുക്കുമ്പോ കുറെ ദൂരത്ത് പോകണം, ഫുഡ് കൊണ്ടുപോകണം. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിൽ തന്നെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ആയാസത്തിൽ നമുക്ക് പണിയെടുക്കാൻ ചെയ്യാം. മിഷൻ പേര അടുത്തുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഷീറ്റ് അടിക്കാനൊന്നും പുറത്ത് പോകണ്ട. നമുക്ക് ഇവിടെ തന്നെ മെഷീൻ പേര ഉണ്ട്, പുകപ്പേര ഉണ്ട്. വെളുപ്പിന് 2 മണിക്കൊക്കെ നിങ്ങൾ ടാപ്പിംഗ് ആക്കാൻ ഇറങ്ങാന്നിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനോ ഇനിയിപ്പോ അരി അടുപ്പത്തിട്ടുകൊണ്ട് പോന്നാൽ മതി. അത് വേകുമ്പോഴേക്കും ആ താഴത്തെ വരി വെട്ടിക്കാണ്ട് ആ ചോറ് പോയി എന്നിട്ട് കഞ്ഞി കുടിക്കാൻ പോകാനാണെങ്കിൽ ഒക്കെ സുഖമാണ്. എവിടേക്കും വണ്ടി എടുത്തുകൊണ്ട് പാഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കാട്ടുമൃഗങ്ങളെ ശല്യ പ്രശ്നങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിലവിലില്ല കേട്ടോ. അപ്പൊ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു പറമ്പ് തന്നെയാണ്. നമുക്ക് വഴി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. നമുക്ക് ഇവിടെ ഉള്ള മെയിൻ ആയിട്ട് നമുക്ക് മേലെ പോയിട്ട് വഴി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരാനുള്ള റോഡ് കാണിച്ചു കൊടുക്കാം അല്ലെ. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് പറമ്പിന്റെ കുറച്ച് മേലെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങള് മൊത്തം കാണാൻ നമുക്ക് കേട്ടോ. ഫുള്ള് റബ്ബർ തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ചർച്ച് ഉണ്ട്. പിന്നെ നമുക്ക് കുറ്റിക്കോൽ ടൗണിലോട്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളത് നമ്മളെ പഞ്ചായത്തും വില്ലേജും എല്ലാ സംഭവങ്ങളും നമുക്ക് കുറ്റിക്കോലാണ്. പിന്നെ നമുക്ക് കുറ്റിക്കോൽ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ബാങ്കും കാര്യങ്ങളുണ്ട്, പെട്രോൾ പമ്പ് ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നമുക്ക് കുറ്റിക്കോളാണ് വരുന്നത്. അതുപോലെ കോളേജ് ഉണ്ട്,
എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കേട്ടോ. അതാണ് ഈ റോഡ് വരുന്ന നമുക്ക് മുന്നാട് കോളേജിന്റെ അവിടുന്ന്, അതായത് പള്ളത്തുംകാലിന്റെ അവിടുന്ന് വരുന്ന റോഡാണ് കേട്ടോ. അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതേമാതിരി ഈ റോഡ് പറഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറ്റിക്കോലിക്കാണ് എത്തപ്പെടുന്നത്. 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറ്റിക്കോൽ ടൗൺ ആണ്. നമ്മളെ പറമ്പ് ഇതാക്കണം, ഈ കാണുന്ന തന്നെയാണ് നമ്മളെ പറമ്പ് കേട്ടോ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതാക്കണം അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുടെ നോക്കിയാൽ നിങ്ങളൊക്കെ അലാക്കിന്റെ വലിയ വലിയ വീടുകളാണ് അടുത്തൊക്കെ ഉള്ളത് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമ്മളെ പറമ്പിന്റെ ചുറ്റുപാടും ഇതേമാതിരി വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് കേട്ടോ. മൊത്തം 6 ഏക്കർ സ്ഥലമാണ്. പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സെന്റിന് വെറും 25,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, കച്ചവടമൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ വഴി, യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞങ്ങളുടെ നമ്പർ 9895 18 18 86. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഈ ഒരു തോട്ടം പാട്ടത്തിന് കൊടുക്കില്ല, വിലക്കാണ് കൊടുക്കുന്നത്. പാട്ടത്തിനായിട്ട് ആരും വിളിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.